ചോദ്യ ബാങ്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 30 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു തരം ക്യാൻസർ ആണ് മെലനോമ. ഇത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് മെലനോമ. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ. മെലാനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ ആൽബിനിസം. നീലയും മഞ്ഞയും നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം ഏത്? പച്ച. നീലയും മഞ്ഞയും ചേർന്നാൽ പച്ച നിറമാണ് കിട്ടുന്നത്. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജി. പൂവിലെ പുരുഷ ലൈംഗിക അവയവത്തിന് പറയുന്ന പേര് കേസരങ്ങൾ. ലെപ്റ്റോകൊറൈസ അക്യൂട്ട് എന്നത് ഏത് കീടത്തിന്റെ ശാസ്ത്രനാമമാണ്? ചാഴി. ചാഴിയുടെ ശാസ്ത്രനാമമാണ് ലെപ്റ്റോകൊറൈസ അക്യൂട്ട്. വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേര് ഹൈഡ്രോഫൈറ്റുകൾ. മിതമായി ജലം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേര് മീസോഫൈറ്റുകൾ. മണലാരണ്യത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേര് സീറോഫൈറ്റുകൾ. ആദ്യത്തെ പ്ലാസ്റ്റിക് ഏത്? നൈട്രോസെല്ലുലോസ്. നൈട്രോസെല്ലുലോസ് ആണ് ആദ്യത്തെ പ്ലാസ്റ്റിക്. റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട് ആണ്. എന്തിന്റെ സ്വഭാവം അളക്കാനാണ് സ്പെക്ട്രോമീറ്റർ ഉപയോഗിക്കുന്നത്? പ്രകാശം. സസ്യകോശ ഭിത്തി ഏത് വസ്തു കൊണ്ട് നിർമ്മിക്കുന്നതാണ്? സെല്ലുലോസ്. സസ്യകോശ ഭിത്തിക്ക് കട്ടി നൽകുന്നതും സെല്ലുലോസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലം. ഒരു ജലജീവിയാണ് നീലത്തിമിംഗലം. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ ജീവി ആനയാണ്. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേർഡ്. മുന്നോട്ട് മാത്രമല്ല പുറകോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷിയാണ്. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത ആറ്റം യുറേനിയം. ഏറ്റവും ഭാരം കൂടിയ വാതക മൂലകം റാഡോൺ. പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വിത്തുകളിലെ പ്രധാന പോഷക ഘടകം മാംസ്യം അഥവാ പ്രോട്ടീൻ. ഏറ്റവും കൂടുതൽ മാംസം അടങ്ങിയിരിക്കുന്ന ആഹാരധാന്യം സോയാബീൻ. വാലിൽ വിഷം സൂക്ഷിക്കുന്ന ജീവി തേള്. ശരീരത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജലജീവി ഈല്. എത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ആണ് എത്തനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ്. അതിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ലാക്ടേസ്. പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തിന്റെ സാന്നിധ്യമാണ്? കരോട്ടിൻ. കരോട്ടിന്റെ സാന്നിധ്യമാണ് പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം അഥവാ പ്രോട്ടീൻ കേസീൻ ആണ്. സസ്യ വളർച്ച അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ക്രെസ്കോഗ്രാഫ്. പഴുത്തുവരുന്ന ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു സാന്തോഫിൽ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്.